ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പുനലൂർ കന്യാകുമാരി പാസഞ്ചറിന് കയറി ഇവിടെ വന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ തിരിച്ചിന്ന് ഇവിടുന്ന് പോകുന്ന വീഡിയോ ആണ്. നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഇന്ത്യാസ് തേർഡ് ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനായ ഹിംസാഗറിനാണ് പോകുന്നത്. ഹിംസാഗറിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഇവിടെ കേൾക്കുന്നത് കേട്ടോ. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ അനൗൺസ്മെൻറ്റ് കേട്ടത് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് അങ്ങനെ ഷണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ കയറാൻ. നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ ഈറോഡ് ഷെഡിൻ്റെ ഒരു WP7 ആണ് കേട്ടോ നമ്മുടെ ട്രെയിനിനെ ഷണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം ലോക്ക് തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. തിരിച്ച് ഫ്രണ്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ഈ സെയിം ലോഗോ തന്നെയാണ്. 30449 WP7 ഈറോഡ്. നമ്മുടെ നെയിം ബോർഡൊക്കെ ഇവിടെ കാണാം, പക്ഷേ ഒക്കെ മങ്ങിയിരിക്കുകയാണ്. കന്യാകുമാരി ശ്രീ മാതാ വൈഷ്ണവ് ദേവി കത്ര. നമ്മുടെ ട്രെയിൻ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 2 കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആളുകളൊക്കെ പതുക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 16317 ആണ് കന്യാകുമാരിയിൽ നിന്ന് എടുക്കുമ്പോൾ. നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോയി നമ്മുടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ബോർഡൊന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. നെയിം ബോർഡ് നമ്മുടെ ലോക്കോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. കന്യാകുമാരി നമ്മുടെ ആളുകളൊക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ട്രെയിനിൽ. അങ്ങ് ദൂരെ കിടക്കുന്നത് നമ്മുടെ നാഗർകോവിൽ താമ്പരം വീക്കിലി സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്കാണ്. കന്യാകുമാരി കൊണ്ടിട്ടിരിക്കുകയാണ്. ലോക്കോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. AC ആണ് ഇവിടെയൊക്കെ. എൻ്റെ സീറ്റുള്ളത് ഏറ്റവും പുറകിലാണ്, S1 സ്ലീപ്പറിലാണ്. എല്ലാ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസിൻ്റെ സർവീസ് കന്യാകുമാരി എന്നുള്ളത്. എല്ലാ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:15 ട്രെയിൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ 10:45 ശ്രീ മാതാ വൈഷ്ണവ് ദേവി കത്ര എത്തും. ഇതാണ് എൻ്റെ സീറ്റ്. സൈഡ് ലോവർ 71 S1 സീറ്റുള്ളത്. ഇവിടെ ഒന്നും ആൾ വന്നിട്ടില്ല. ഇതൊക്കെ തിരുവനന്തപുരം ആകുമ്പോഴത്തേക്ക് ഫുള്ളാകും കേട്ടോ. അപ്പുറത്തൊക്കെ ആൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ ആൾ വന്നിട്ടുണ്ട്. കാല് കണ്ടല്ലോ ഒരാളുടെ. ഈ ഏരിയയിലൊന്നും ആൾ വന്നിട്ടില്ല. അവിടെ അങ്ങേ അറ്റത്ത് ഈ കോച്ചിൻ്റെ 2 അറ്റത്തായിട്ടും കുറച്ച് പേര് വന്നിട്ടുണ്ട്. നടുക്കുന്ന ആൾ വന്നിട്ടില്ല കേട്ടോ. ഫാനൊക്കെ ഓണാക്കി ഇട്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് ഈ സമയത്ത്. എല്ലാ സമയത്തും നല്ല ചൂടാണിപ്പോൾ. കന്യാകുമാരി, പുനലൂർ, തിരുനെൽവേലി അങ്ങനെയൊക്കെ ബോർഡുള്ളൊരു പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ അത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ കന്യാകുമാരി പുനലൂർ പാസഞ്ചറായിട്ട് പോകുന്നത്. അപ്പുറത്തും കിടപ്പുണ്ട്, രണ്ടും സെയിം റേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് കന്യാകുമാരി പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്നും അങ്ങനെ കൃത്യസമയത്ത് തന്നെ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പുള്ള നാഗർകോവിൽ ജംഗ്ഷനിലാണ് കേട്ടോ. ഈ കിടക്കുന്ന 2 ട്രെയിനും ഞാൻ പറഞ്ഞ പോലെ സെയിം റേക്കാണ് കേട്ടോ. പുനലൂർ കന്യാകുമാരി പാസഞ്ചർ, കന്യാകുമാരി പുനലൂർ പാസഞ്ചർ, അതുപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന പാസഞ്ചർ. വേറെ ഏതോ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു ആ ബോർഡിനകത്ത്. അപ്പം 2 ട്രെയിനും രണ്ടും സെയിം റേക്കാണ്. ഇതിലേതോ ഒരെണ്ണമാണ് ഇന്ന് കന്യാകുമാരി പുനലൂർ പാസഞ്ചറായിട്ട് പോകുന്നത്. കന്യാകുമാരിയുടെ നെയിം ബോർഡ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഹിംസാഗർ കന്യാകുമാരിയിൽ നിന്നും ഇറങ്ങുകയാണ്. ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് കേട്ടോ നമ്മുടെ കോച്ചുള്ളത്, S1. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്.
ഈ ഒരു ഏരിയയിൽ രണ്ട് സൈഡിലും തെങ്ങാണ് കേട്ടോ, രണ്ട് സൈഡിലും. നമ്മുടെ ട്രെയിൻ അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാം നമ്മുടെ തെങ്ങാണ് കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ ക്രോസൊക്കെ ഉണ്ട്. കന്യാകുമാരിക്ക് നാഗർകോവിലിനും ഇടയ്ക്ക് സുചിന്ദ്രം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ സ്റ്റേഷനിൽ ഇപ്പം ട്രെയിനൊന്നും നിർത്തത്തില്ല. ആ സ്റ്റേഷനാണിത്, കണ്ടോ. ഇപ്പോൾ ഒരു ട്രെയിനിന് പോലും സ്റ്റോപ്പില്ലേ റെയിൽവേ സ്റ്റേഷനിൽ. അതുകൊണ്ട് ഇവിടെ എല്ലാം അബാൻഡൻ ചെയ്തിട്ടിരിക്കുകയാണ്. ട്രെയിൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലോ ആയി കേട്ടോ. നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ അടിപൊളി കാഴ്ചകളൊക്കെ തന്നെയാണ്. ദൂരെയായിട്ട് നമ്മുടെ മലനിരകളും കാണാം കേട്ടോ. ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ നമ്മുടെ ഹിംസാഗറിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ അങ്ങനെ ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. റോയപുരത്തിൻ്റെ ഒരു WP7 ആയിട്ട്. അന്ത്യോദയ എക്സ്പ്രസ് ആണ്, നാഗർകോവിൽ താമ്പരം. ഹിംസാഗർ അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും എടുക്കുകയാണ്. അടുത്ത സ്റ്റോപ്പും തമിഴ്നാട്ടിൽ തന്നെയാണ്, കുഴിത്തുറൈ. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ കയറുന്നത്. കേരളത്തിൽ കയറ്റുള്ള കേരളത്തിലെ ആദ്യത്തെ സ്റ്റോപ്പാണ് തിരുവനന്തപുരം സെൻട്രൽ.
നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് ഇവിടെ കേൾക്കുന്നത്. ആൾക്കാരൊക്കെ കയറി ഇരിപ്പുണ്ട് ഇപ്പോഴും അതിനകത്ത്. ഇവിടെ ഒരു റോയപുരത്തിൻ്റെ WP7 തന്നെയാണ് കേട്ടോ. അങ്ങ് അവിടെ ആയിട്ടൊരു അടിപൊളി ലിവറി അടിച്ച WP7 കിടപ്പുണ്ട് കേട്ടോ. അവിടെ കിടക്കുന്ന അങ്ങേ അറ്റത്ത് കിടക്കുന്ന നമ്മുടെ വിവേക് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് വായിച്ചപ്പോൾ കറക്റ്റാണെന്ന് അറിയത്തില്ല, എന്നാലും അങ്ങനെയാണെന്ന് തോന്നുന്നു എഴുതിയേക്കുന്നത്. മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന നാഗർകോവിൽ ജംഗ്ഷനിലാണ് കേട്ടോ ഈ ട്രെയിനിൻ്റെയൊക്കെ. തിരുനെൽവേലിക്ക് പോകുന്ന റൂട്ടാണിത് നാഗർകോവിലിൽ നിന്ന്. നമ്മളപ്പോൾ നേരെ തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്, നാഗർകോവിൽ ടൗണിലേക്ക്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നാഗർകോവിൽ ജംഗ്ഷനേക്കാളും അടിപൊളി വ്യൂ ഒക്കെ ഉള്ളത് നമ്മുടെ ടൗണിലാണ് കേട്ടോ. ദൂരെ അങ്ങ് മലയൊക്കെ കാണാം. അടിപൊളി വ്യൂ ആണ് നമ്മുടെ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുമ്പോൾ. ഹിംസാഗറിന് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. പതുക്കെയാണ് സ്കിപ്പ്. നമ്മുടെ ആ മലയൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ അടുത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ. മല മാത്രമല്ല, വ്യൂ എല്ലാം അടിപൊളിയാണ്. നമ്മുടെ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇതാണ് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് മിസ്സായി സ്റ്റേഷൻ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മറ്റേ അപ്പുറത്തെ ട്രാക്കിൽ കൂടെയാണ് പോയത്. ഞാൻ അപ്പുറത്തെ സൈഡിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് മിസ്സായത് ഞാൻ അറിഞ്ഞില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ തിരുനെൽവേലിയിൽ നിന്നൊക്കെ നാഗർകോവിൽ ജംഗ്ഷൻ കയറാതെ നാഗർകോവിൽ ജംഗ്ഷൻ ബൈപ്പാസ് ചെയ്യുന്ന ട്രെയിനുകൾക്കൊക്കെ നമ്മുടെ നാഗർകോവിൽ ടൗണിൽ സ്റ്റോപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും നാഗർകോവിൽ ജംഗ്ഷനിൽ കയറാതെ പോകുന്ന ട്രെയിനൊക്കെ നാഗർകോവിൽ ടൗണിലാണ് സ്റ്റോപ്പുള്ളത്. നാഗർകോവിൽ ജംഗ്ഷനെ കഴിയും കാണാൻ അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ നാഗർകോവിൽ ടൗൺ എന്ന് പറയുന്നത്. ചെറുതായിട്ടൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ലൈറ്റൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. പെയ്യോ എന്നറിയത്തില്ല. ഇരാണിയൽ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്.
അടുത്ത ഇനി പള്ളിയടി എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് കേട്ടോ. പള്ളിയടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റോപ്പുള്ള കുഴിത്തുറ വരുന്നത്. നമ്മുടെ പള്ളിയടി റെയിൽവേ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത്. സ്റ്റേഷൻ മൊത്തവും പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നെയിം ബോർഡ് പോലും ഇല്ല. ഓവർ ബ്രിഡ്ജൊക്കെ പണിയുവാന്ന് തോന്നുന്നു. ഇടയ്ക്ക് കുറച്ച് ഭാഗത്തൂടെ പ്ലാറ്റ്ഫോമും ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും പ്ലാറ്റ്ഫോം വരുന്നത്. ഇപ്പം സ്റ്റേഷൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായ കുഴിത്തുറയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഒരു WP1 ആയിട്ട് തിരുവനന്തപുരം നോർത്ത് നാഗർകോവിൽ ജംഗ്ഷൻ പാസഞ്ചർ, കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചറാണിത്. അത് കുഴിത്തുറയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതൊരു ബ്രേക്ക് ഷെയറിങ്ങൊക്കെ ഉള്ളൊരു എക്സ്പ്രസ് ട്രെയിനാണ്. കാക്കിനഡ ടൗൺ SMVT ബംഗളൂരു, അതുപോലെ തന്നെ SMVT ബംഗളൂരു നാഗർകോവിൽ. അപ്പം ആ ഒരു റേക്ക് വെച്ചാണ് ഈ കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ഓടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഴിത്തുറൈ സ്റ്റേഷൻ. കുഴിത്തുറയിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ്. തമിഴ്നാട്ടിലെ ഈ ഒരു ഏരിയയിലെ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇനി കേരളത്തിൽ കയറിയിട്ട് കേരളം കഴിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലോട്ട് കയറുന്നുണ്ട് ഈ ട്രെയിൻ. കുഴിത്തുറൈ വെസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാണ് അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ ഈ റൂട്ടിലെ. അത് കഴിഞ്ഞ് നമ്മളിനി പാറശാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു കേരളയുടെ ഒരു ബോർഡ് അവിടെ ചെറുതായിട്ട് കണ്ടെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്നാണ് വീഡിയോ എടുത്തത്. നമ്മൾ പാറശാല റെയിൽവേ സ്റ്റേഷൻ, ആ ബോർഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷനാണ്. പാറശാല സ്കിപ്പ് ചെയ്യുകയാണ് നമ്മുടെ ട്രെയിൻ. പാറശാല കഴിഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ധനുവച്ചപുരം. അങ്ങനെ ധനുവച്ചപുരവും സ്കിപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പുള്ളത് സെൻട്രലിലേ ഉള്ളൂ, തിരുവനന്തപുരം സെൻട്രൽ. അതിന് മുമ്പ് ക്രോസിങ്ങിന് നിർത്താൻ ചാൻസ് ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണിത്. സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ. നെയ്യാറ്റിൻകര തിരുവനന്തപുരം സൗത്തിൽ വെച്ചായിരിക്കും അനന്തപുരി എക്സ്പ്രസ് ആയിട്ടുള്ള ക്രോസിങ് വരുന്നത്.
ട്രെയിൻ അങ്ങനെ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് അനന്തപുരി എക്സ്പ്രസ്സുമായിട്ട് ക്രോസിംഗ് ഉണ്ട്. തിരുവനന്തപുരം സൗത്ത് നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കൊണ്ടുവന്ന് നിർത്തുകയാണ്. സ്റ്റോപ്പൊന്നുമില്ല, എന്നാലും ക്രോസിങ്ങിന് വേണ്ടി നിർത്തുകയാണ്. ഇതാണ് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അവിടെ എല്ലാം വർക്ക് നടക്കുന്ന ഒരു ഏരിയയാണ്. തിരുവനന്തപുരം സൗത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണാം. ഇത് കഴിയുമ്പം തിരുവനന്തപുരം സെൻട്രൽ എത്തും. ഞാനിരിക്കുന്ന കോച്ച് നിറയും. അപ്പോൾ നമ്മുടെ അനന്തപുരി എക്സ്പ്രസ് അങ്ങനെ ദൂരെ നിന്ന് വരുന്നുണ്ട്. ഈ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷൻ പോകത്തില്ല കേട്ടോ. നാഗർകോവിൽ ടൗണാണ്. ടൗണിൽ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ജംഗ്ഷൻ ബൈപ്പാസ് ചെയ്താണ് തിരുനെൽവേലിയിലേക്ക് പോകുന്നത്. കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി എക്സ്പ്രസ്. അങ്ങനെ നമ്മുടെ അനന്തപുരി എക്സ്പ്രസ് ഒക്കെ പോയി. തിരുവനന്തപുരം സൗത്തിൽ നിന്നും ഹിംസാഗർ എക്സ്പ്രസ് അങ്ങനെ എടുത്തിരിക്കുകയാണ് ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഈ ഒരു ഏരിയയും കാണാൻ കൊള്ളാം കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഈ ട്രെയിനിൽ കയറാനുള്ള ആളുകളുടെ തിരക്കാണ് ഇവിടെ കാണുന്നത്. എൻ്റെ കോച്ച് ഇവിടെ എത്തുമ്പോൾ ഫുള്ളാവും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയുള്ള വീഡിയോ ഞാൻ എടുക്കുന്നില്ല. കുറേ ട്രെയിനുകൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ ഒരു റൂട്ട് ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ ആളൊക്കെ കയറി ഹിംസാഗർ എക്സ്പ്രസ് അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുകയാണ്. എൻ്റെ അടുത്ത് ഫുള്ളും ഹിന്ദിക്കാരാണ്. ഹിന്ദിയാണെന്ന് പറയും, ഹിന്ദി അല്ലെന്ന് തോന്നുന്നു. അവർ ഏത് ഭാഷ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. ഏതൊക്കെയോ ഭാഷയാണ് സംസാരിക്കുന്നത്. അവരേതാണ്ടൊക്കെ ഭയങ്കര ബഹളമാണ്. ഏതാ സീറ്റിൽ നിന്നൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊരു ഗ്യാങ്ങായിട്ട് തന്നെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അവരേത് ഭാഷ സംസാരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവരെന്തോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിപ്പം അവിടെ ഇവിടെയെല്ലാം കയറി ഇരുന്നിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇരിക്കേണ്ടതെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. ആധാർ കാർഡൊക്കെ എടുത്ത് നോക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ട് കേട്ടോ ഈ കോച്ചിൽ തന്നെ. അവർ ഗ്യാങ്ങായിട്ടാണ്. അവരേതോ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇനി കൊല്ലം വരെയുള്ള വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ കൊല്ലം എത്തിയതിന് ശേഷം കാണാം. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള വളവാണ് കേട്ടോ ഇത്. ഇവിടെ വരെ ഫുള്ള് ബഹളമായിരുന്നു കേട്ടോ. ടി ടി ഒക്കെ വന്ന് അവരെന്തോ പറയുന്നത് ടി ടിക്ക് മനസ്സിലാവുന്നില്ല. ടി ടി എന്തോ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരെല്ലാവരും ടിക്കറ്റ് എടുക്കാതെ കയറിയവരൊന്നുമല്ല. ടിക്കറ്റൊക്കെ എടുത്ത് കയറിയവരാണ്. ഇവിടെ തന്നെയാണ് സീറ്റൊക്കെ. ടി ടി എല്ലാവരുടെയും ആധാർ കാർഡൊക്കെ പരിശോധിച്ച്. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭയങ്കര ബഹളമാണെന്നേ ഉള്ളിരുന്നു. ട്രെയിൻ അപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ വർക്കല ശിവഗിരിയിലൊന്നും സ്റ്റോപ്പില്ലായിരുന്നു കേട്ടോ. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നേരെ കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പുള്ളത്.
അങ്ങനെ ഞാൻ കൊല്ലം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രെയിനി ഫുള്ള് കന്യാകുമാരിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണവദേവി കത്ര വരെ ട്രാവൽ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതെന്തായാലും ഇപ്പോൾ നടക്കത്തില്ല. അതൊക്കെ പതുക്കെ നമ്മുടെ ചാനലിൽ ചെയ്യാം, കുറച്ചുകൂടെ വളർന്നതിന് ശേഷം. നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം കുറേ ട്രെയിനുകൾ വരാനുള്ള സമയമാണ് കേട്ടോ. ഹിംസാഗർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഗരീബ് മൈസൂർ എക്സ്പ്രസ്സും അങ്ങനെ ഇഷ്ടംപോലെ ട്രെയിനുകൾ വരാനുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. ഹിംസാഗർ എക്സ്പ്രസ് അങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ എടുക്കുകയാണ്. അടുത്ത സ്റ്റോപ്പുള്ളത് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ കന്യാകുമാരി മുതൽ കൊല്ലം ജംഗ്ഷൻ വരെയുള്ള ഹിംസാഗർ എക്സ്പ്രസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.